إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, അവിടുത്തെ മാതൃകയില്ലാത്ത ഒട്ടനവധി ബിദ്അത്തുകൾ അരങ്ങു തകർക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ബിദ്അത്തിന്റെ ആളുകൾ അവരതിനു വേണ്ടി കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ബിദ്അത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രമാണങ്ങൾ സ്ഥാപിക്കാനുള്ള തിരക്കിലാണവർ. ഈ ഒരു സന്ദർഭത്തിൽ സുന്നത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്ന നാം ഓരോരുത്തരും അത്തരത്തിലുള്ള ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും അതിനെതിരെ സുന്നത്തിന്റെ ഒരു കോട്ട നാം തീർക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ സുന്നത്തിന്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും സുന്നത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത എത്രയാണ്, സുന്നത്തുമായി നമുക്കുള്ള ബന്ധം എത്രയാണ് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായി റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, ഹിയ ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫിഅലുഹു വതഖ്രീറുഹു. ദീനുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ അവിടുത്തെ സംസാരങ്ങൾ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാംഗീകാരങ്ങൾ, ഇതാണ് നബിയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. അൽ ഹദിയുൽ ലദീ കാന അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിഖാദൻ വഅമല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസപരമായും കർമ്മപരമായും നിലകൊണ്ട മാർഗം, അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഈ സുന്നത്ത് അത് പിൻപറ്റുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, തറക്തു ഫീകും ശൈഅൻ, നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലു ബഅദഹുമാ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. കിതാബല്ലാഹി വ സുന്നതി, അത് അല്ലാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം ജീവിക്കേണ്ടി വരുന്നവർ അവർ ദീനിന്റെ വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ അവർ കാണേണ്ടി വരും, അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ധാരാളം ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതല്ലാതെ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോഴേക്കും ദീൻ ഒഴിവാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് വകുപ്പില്ല, നമുക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹി പറയുന്നു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ. അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ എന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ശരിയ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിസ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ദീനിലേക്ക് കടത്തിക്കൂട്ടിയ പുതുനിർമ്മിതികൾ, പുത്തനാചാരങ്ങൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ്, ദീനിലേക്ക് കടത്തിക്കൂട്ടിയ പുതുതായ കാര്യങ്ങളെല്ലാം അത് ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാലഹ്, എല്ലാ ബിദ്അത്തും അത് വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ എപ്പോഴും സത്യത്തിൽ നിലകൊള്ളുന്നവരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇല്ലം തകുൻ ഹാദിഹി ത്വായിഫത്തുൽ മൻസൂറതു അസ്ഹാബൽ ഹദീസി ഫലാ അദ്രി മൻഹും. വിജയിക്കപ്പെടുന്ന ഒരു വിഭാഗം അവർ ഹദീസിന്റെ ആളുകളല്ലെങ്കിൽ അവർ മറ്റാരാണെന്ന് എനിക്കറിയുകയില്ല.
അഥവാ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം അവർ ഹദീസിന്റെ സുന്നത്തിന്റെ ആളുകളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു നൽകിയത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന് പുറമെ അള്ളാഹു മറ്റൊരു കാര്യം കൂടി വഹിയായി നൽകിയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അലാ വഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്, എനിക്ക് ഖുർആനും അതുപോലെയുള്ള മറ്റൊന്നും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന് പുറമെ അള്ളാഹു വഹിയായി മറ്റൊരു കാര്യം കൂടി നൽകിയിട്ടുണ്ട്. അതാണ് റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്ത് അത് റസൂലിന്റെ ഖുർആനിനെ വിശദീകരിക്കുന്നതാണ്, ആ ഖുർആനിനെ അത് വ്യക്തമാക്കി നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ദീനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. അള്ളാഹുവിൽ നിന്നുള്ള വഹി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദീനിലെ ഒരു വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു നൽകുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഹദ്ദസ്തുകും അനില്ലാഹി ശൈഅൻ ഫഖുദൂ ബിഹി, ഞാൻ അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു നൽകിയാൽ നിങ്ങളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഫഇന്നീ ലൻ അക്ദിബ അലല്ലാഹി അസ്സ വജൽ, ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ മേൽ കളവ് പറയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്ത് അത് നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹിയായി നൽകിയ കാര്യം അത് നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അഹാദീസുൻ നബി ഇൻദന കത്തൻസീൽ, അഥവാ ദീനിന്റെ വിധികൾ ഹറാമും ഹലാലും തീരുമാനിക്കുവാൻ, ദീനിലെ ഓരോ നിയമങ്ങളും തീരുമാനിക്കുവാൻ ഖുർആനിന്റെ അതേ സ്ഥാനം തന്നെയാണ് റസൂലിന്റെ സുന്നത്തിനുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്തിനെ നാം ഒരു പ്രമാണമായി സ്വീകരിക്കുകയും നമുക്കിടയിൽ തർക്കങ്ങൾ വരുമ്പോൾ, ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ നാം റസൂലിന്റെ സുന്നത്തിലേക്ക് മടക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയിലായാൽ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കിക്കൊള്ളുക. മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മാദാമ ഹയ്യാൻ, റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ റസൂലിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോവുക, എന്നിട്ട് ആ റസൂൽ എന്ത് തീരുമാനമാണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക. ഫഇദാ ഖുബിള ഫഇലാ സുന്നതിഹി, റസൂലിന്റെ മരണശേഷം നാം മടക്കേണ്ടത് റസൂലിന്റെ സുന്നത്തിലേക്കാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ റസൂലിന്റെ സുന്നത്തിനെ അതിനെ മുറുകെ പിടിക്കുകയും അതിനെ നെഞ്ചിലേറ്റുകയും ചെയ്യേണ്ടവരാണ് ഓരോ മുസ്ലിമീങ്ങളായ ഓരോ ആളുകളും. എന്നാൽ ചില ആളുകൾ അവരോട് ഖുർആനിന്റെ ആയത്തുകൾ പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ഒരു ഹദീസ് പറയുമ്പോൾ അവർ രണ്ടാമതൊരു ചോദ്യമാണ്, അതൊരു ഹദീസല്ലേ, അത് ആയത്തല്ലല്ലോ, അത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലല്ലോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. റസൂലിന്റെ സുന്നത്ത് അതെന്തോ പ്രമാണമല്ലാത്തതുപോലെ, അതെന്തോ സ്വീകരിക്കാൻ എന്തോ പ്രയാസമുള്ളതുപോലെ റസൂലിന്റെ സുന്നത്തിനെ ഒരു രണ്ടാം തരമായി കാണുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനിന്റെ ഓരോ നിയമങ്ങളും സ്ഥിരപ്പെടുത്താൻ അതിൽ ഖുർആനും സുന്നത്തും അതിന് ഒരേ സ്ഥാനമാണുള്ളത്. എന്നാൽ ഹദീസിനേക്കാൾ ചില മേന്മകൾ, ചില പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ മുഅ്മിനീങ്ങളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയില്ല, മറിച്ച് റസൂലിനെ കൂടി നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ അത് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് റസൂലിനെ അനുസരിക്കുക എന്നത് അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ സുന്നത്തിനെതിരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരെ ചില ആളുകൾ അതിൽ സംശയമുണ്ടാക്കുകയാണ്. റസൂലിന്റെ ഹദീസുകളിൽ സ്വഹീഹും വഈഫുമുണ്ട്, അതുപോലെ തന്നെ ഹദീസ് ഉദ്ധരിച്ച റാവിമാർ അവർക്ക് പല ആക്ഷേപങ്ങളുമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നിന്നും സുന്നത്തിന്റെ പ്രാമാണികതയെ അതിനെ ഇടിച്ചു താഴ്ത്തുന്ന, അതിനെ തരം താഴ്ത്തുന്ന പല സംസാരങ്ങളും ചില ആളുകളൊക്കെ പറയുന്നതായി കാണാം. സുന്നത്തിനെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു പിഴച്ച കക്ഷികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവരാണ് മുഅ്തസില എന്ന വിഭാഗം. അവരെ കുറിച്ചാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ ദിക്റിനെ അവതരിപ്പിച്ചത് നാമാകുന്നു, അഥവാ ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്. ഈ ദിക്ർ എന്ന വാക്യത്തിന്റെ അർത്ഥത്തിൽ റസൂലിന്റെ സുന്നത്തും അതിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനും റസൂലിന്റെ ഹദീസും സുന്നത്തുമെല്ലാം അതിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. സഹാബികളുടെ കാലത്ത് തന്നെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
റഹിമഹുള്ളയുടെ കാലത്താണ് അദ്ദേഹം അബൂബക്കർ ബിൻ ഹസ്ൻ അതുപോലെ ഇബ്നു ശിഹാബിൻ സുഹ്രി എന്നീ വലിയ രണ്ട് പണ്ഡിതന്മാരോട് റസൂലിന്റെ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയും അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അതിനുശേഷം ക്രോഡീകരിക്കപ്പെടുകയും ഉണ്ടായി. മഹാനായ ഇമാം മാലിക് അദ്ദേഹത്തിന്റെ അൽ മുവത്ത അതുപോലെ മുസന്നഫ് ഇബ്നു അബീ ശൈബ അങ്ങനെ പല ഹദീസ് ഗ്രന്ഥങ്ങളും പിൽക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ദീനിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരെ അള്ളാഹു ഈ ഉമ്മത്തിലേക്ക് നിയോഗിക്കുകയാണ്. റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് പഠിച്ച, റസൂലിന്റെ ഹദീസുകളെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച പണ്ഡിതന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ ഈ ഉമ്മത്തിലേക്ക് നിയോഗിക്കുകയും റസൂലിന്റെ സുന്നത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയുമുണ്ടായി. അതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു മഹാനായ ഹാറൂൻ റഷീദ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചില സിന്ദീഖുകളായ ആളുകൾ, ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ചില ആളുകൾ, അവരെ അദ്ദേഹം ബന്ദികളാക്കുകയുണ്ടായി. അങ്ങനെ അവരെ വധിക്കണമെന്ന തീരുമാനം വരികയും അങ്ങനെ അവരെ വധിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അവർ ഹാറൂൻ റഷീദിനോട് പറയുകയാണ്, ഞങ്ങൾ 1000 ഹദീസുകൾ റസൂലിന്റെ മേൽ കെട്ടിച്ചമച്ചിട്ടുണ്ട്, റസൂല് പറയാത്ത ഹദീസുകൾ ഞങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് മഹാനായ ഹാറൂൻ റഷീദ് റഹിമഹുല്ലയോട് ആ പിഴച്ചുപോയ ആളുകൾ അവർ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ റസൂലിന്റെ മേൽ എത്ര തന്നെ ഹദീസുകൾ കെട്ടിച്ചമച്ചാലും എത്ര തന്നെ നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞാലും ഞങ്ങളുടെ അടുക്കൽ അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയുണ്ട്, ഞങ്ങളുടെ അടുക്കൽ മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുള്ളയുണ്ട്. ഇവരെല്ലാം വലിയ വലിയ ഹദീസിന്റെ വിജ്ഞാനത്തിൽ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ളവരായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഓരോ അക്ഷരങ്ങളെയും അവർ വേർതിരിച്ചെടുക്കുമെന്ന് മഹാനായ ഹാറൂൻ റഷീദ് അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അള്ളാഹു അവന്റെ ദീനിനെ, അവന്റെ സുന്നത്തിനെ അള്ളാഹു സംരക്ഷിച്ച രൂപമാണ് ഈ കാണുന്നത്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ലൗ കദബ അഹദുൻ ഫിൽ മഗ്രിബി, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവൻ പടിഞ്ഞാറിൽ നിന്ന് അഥവാ മഗ്രിബിൽ വെച്ച് അവനൊരു കളവ് പറഞ്ഞാൽ ലഅസ്ബഹ മഫ്ദൂഹൻ ഫിൽ മശ്രിഖ്, നേരം പുലരുന്നതിന് മുമ്പ് അവൻ കിഴക്കിൽ വെച്ച് അവൻ നിന്ദനാക്കപ്പെടും, അവൻ അപമാനിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. റസൂലിന്റെ സുന്നത്തിന്റെ വിഷയത്തിൽ ഒരാൾക്കും കൈകടത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്നുവരെ സ്വഹീഹായ ഒരു ഹദീസിനെ ദുർബലമായ ഒരു ഹദീസിനെ സ്വഹീഹാക്കുവാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം റസൂലിന്റെ സുന്നത്തുകൾ, ആ ഹദീസുകൾ തീരുമാനിക്കുന്നതിനും അത് സ്വഹീഹാണോ ദഈഫാണോ എന്ന് തീരുമാനിക്കുന്നതിനും അതിന് കൃത്യമായ ചില നിബന്ധനകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അത് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇത്രയും സൂക്ഷ്മതയുള്ള, ഇത്രയും സംരക്ഷണമുള്ള ഈ സുന്നത്ത് അത് നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിന് യാതൊരു പോറലും ഏറ്റിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ചില കക്ഷികൾ അവർ കടന്നു വരികയാണ്. അവർ സുന്നത്തിന്റെ ആളുകളാണെന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് കടന്നു വരികയാണ്. അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആനിയൂൻ എന്ന പേരിൽ പിൽക്കാലത്ത് വന്ന ചില കക്ഷികളുണ്ട്. അവരുടെ ലക്ഷ്യം അത് ഖുർആനിനോടുള്ള സ്നേഹമായിരുന്നില്ല, ഖുർആനിനോടുള്ള ഇഷ്ടമായിരുന്നില്ല, മറിച്ച് ഈ സുന്നത്തിനെ തകർക്കുവാനും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അതിന്റെ സ്ഥാനം ഇടിച്ചു താഴ്ത്തുവാനുമായിരുന്നു അവരുടെ ലക്ഷ്യം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായി അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ അവൻ തന്റെ ചാരികസാരയിലിരുന്ന്, അവന്റെ സോഫയിലിരുന്ന് അവൻ എന്നെ കളവാക്കുന്നതാണ്. എന്റെ ഹദീസ് അവനോട് പറയപ്പെട്ടാൽ അവൻ പറയും, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, നമുക്കിടയിൽ അല്ലാഹുവിന്റെ കിതാബുണ്ട്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലല്ല, അല്ലാഹുവിന്റെ കിതാബിൽ എന്തൊക്കെ ഹലാലായിട്ടുണ്ടോ അത് നമുക്ക് ഹലാലായി പരിഗണിക്കാം. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാ, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അത് നമുക്ക് ഹറാമായി നമുക്ക് അത് സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഈ ഒരു വാദം കേൾക്കുമ്പോൾ അതിന്റെ ബാഹ്യമായി അത് നമുക്ക് നല്ലതായി തോന്നിയേക്കാം. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണ്? സുന്നത്തിനെ നിരാകരിക്കുക, റസൂലിന്റെ സുന്നത്തിനെ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിൽ കടന്നു വരുന്നത്. പക്ഷേ അതിനുള്ള മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അലാ വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലു മാ ഹറമ അല്ലാഹ്, അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ, റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും രണ്ടും നാം ഒരുമിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് രണ്ടും ഒരുമിച്ച് നാം
അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് നാം അമൽ ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകിയ ചരിത്ര പ്രസിദ്ധമായ ഒരു മറുപടി കാണാം. ഈ ഖുർആനിന്റെ ആളുകൾ, ഞങ്ങൾ ഖുർആൻ മാത്രമാണ് സ്വീകരിക്കൂ എന്ന് പറയുന്ന ആളുകൾ, അവരോട് അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ഖുർആനിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ കടന്നു വരൂ, ളുഹർ അത് 4 റക്അത്താണെന്നും മഗ്രിബ് 3 റക്അത്താണെന്ന് ഖുർആനിൽ നിന്നും നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, അതിന്റെ വ്യക്തമായ വിശദീകരണവും വ്യാഖ്യാനവും നമുക്ക് തിരിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയല്ലാതെ മറ്റു മാർഗം നമുക്കില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അഖീമുസ്സലാ, നിങ്ങൾ നമസ്കരിക്കൂ, വആതുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് നൽകൂ. എത്ര നേരമാണ് നമസ്കരിക്കേണ്ടത്, നമസ്കാരത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന്റെ വിശദമായ രൂപം അത് സുന്നത്തിലൂടെയല്ലാതെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. അതുകൊണ്ട് സുന്നത്ത് അവലംബിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഖുർആൻ പരിപൂർണമായി മനസ്സിലാക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന പാഠമാണ് നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത്. മഹാനായ ഇമാം അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇദാ ഹദ്ദസ്ത അർറജുല ബിസ്സുന്ന ഫഖാല ദഅനാ മിൻ ഹാദാ, നീ ഒരു വ്യക്തിയോട് റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, നമുക്കിതൊന്നും ആവശ്യമില്ല, ഹസ്ബുനാ അൽ ഖുർആൻ, നമുക്ക് ഖുർആൻ മാത്രം മതി എന്നാണ് എന്നൊരു വ്യക്തി നീ പറയുന്നതായി കണ്ടാൽ ഫഅലം അന്നഹു ളാല്ലുൻ, അവൻ വഴിപിഴച്ചവനാണ്, അവൻ ശരിയായ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിയവനാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹാബികളുടെ മാതൃകയില്ലാത്ത, ഇമാമുമാരുടെ സലഫുകളുടെ മാതൃകയില്ലാത്ത ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളിൽ നിന്നും നാം പൂർണ്ണമായും വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. ഇനി ഹദീസുകൾ അത് പ്രമാണമായി അംഗീകരിക്കുന്നവർ, ഹദീസുകൾ അത് പ്രമാണമാണ്, അത് സ്വീകരിക്കണമെന്ന് പറയുന്നവർ തന്നെ അവരും പല ഹദീസുകളെയും പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളുന്ന പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, തന്റെ അഭിരുചിക്ക് അത് യോജിക്കുന്നില്ല എന്ന പ്രവണത കൊണ്ട്, എന്നൊറ്റ കാരണം കൊണ്ട് ഹദീസുകൾ തള്ളുന്ന, അതിനെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ വാദം എന്താണ്? തഖ്ദീമുൽ അഖ്ലി അലൻ നഖൽ, വഹയാകുന്ന പ്രമാണത്തെക്കാൾ അവർ മുന്തിക്കുന്നത് അവരുടെ ബുദ്ധിയെയാണ്. എന്നാൽ മനുഷ്യബുദ്ധി എന്ന് പറയുന്നത് അത് ആപേക്ഷികമാണ്. ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഒരേപോലത്തെ ബുദ്ധിയല്ല അള്ളാഹു നൽകിയിരിക്കുന്നത്. ഈ സംസാരിക്കുന്ന എനിക്കും ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആളുകളുടെയും ബുദ്ധി അത് പലർക്കും പല നിലക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നാം ദീനിന്റെ നിയമങ്ങൾ പടുത്തുയർത്തുകയാണെങ്കിൽ ഓരോ ആളുകളും അവർക്കിഷ്ടമുള്ളത് നിഷേധിക്കുകയും അവർക്കിഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിത്തീരുന്നതാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി അള്ളാഹു പറഞ്ഞത് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. അതുകൊണ്ട് അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതെന്റെ ബുദ്ധി കൊണ്ടോ എന്റെ പരീക്ഷണങ്ങൾ കൊണ്ടോ പരീക്ഷണശാലകളിലൂടെ അത് തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കൂ എന്നോ അങ്ങനെയൊന്നും പറയേണ്ടവനല്ല മുഅ്മിൻ എന്ന് പറയുന്നവൻ. മറിച്ച് അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് എതിരാണെങ്കിലും ഞാനത് വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം നേരായ ബുദ്ധിക്കെതിരായി ഒരിക്കലും സഹീഹായ ഹദീസുകൾ വരികയില്ല. ഒരു ഹദീസ് കാണുമ്പോൾ അത് നിന്റെ ബുദ്ധിക്കെതിരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഹദീസ് ദഈഫായിരിക്കും, അതല്ലെങ്കിൽ നിന്റെ ബുദ്ധിക്ക് എവിടെയോ തകരാറുണ്ട്, നീ മനസ്സിലാക്കിയതിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നീ അറിവുള്ള ആളുകളോട് ചോദിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക, എങ്ങനെയാണ് ഈ ഹദീസ്, ഇതെങ്ങനെയാണ് ബുദ്ധിക്കെതിരാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അവരോട് അറിവുള്ള ആളുകളോട് ചോദിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സഹീഹായ ഹദീസ് ഒരിക്കലും മനുഷ്യന്റെ നേരായ ബുദ്ധിക്ക് എതിരാവുകയില്ല. അതുകൊണ്ട് ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞ് ഹദീസുകളെ നിഷേധിക്കാൻ നമുക്ക് നിർവാഹമില്ല. അത് പിഴച്ച കക്ഷികളുടെ, പിഴച്ച വിഭാഗത്തിന്റെ വാദമാണെന്ന് നാം മനസ്സിലാക്കുക. ചില ആളുകൾ അവർ സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത നിഷേധിക്കുകയാണ്. സംസം വെള്ളത്തിൽ ശമനമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ചിലർ ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് മക്കയിലെ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചത്? അതല്ലെങ്കിൽ രാവിലെ 7 അജ്വ കാരക്ക കഴിച്ചാൽ അവന് വിഷമേൽക്കുകയില്ലെന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു. ചില ആളുകൾ ചോദിക്കുകയാണ്, 7 അജ്വ കാരക്ക കഴിക്കുകയും അതിന് തൊട്ടുപിറകെ ഒരു വിഷം കുടിക്കുകയും ചെയ്താൽ അവന് വിഷമേൽക്കുമോ? അങ്ങനെയുള്ള ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് അവൻ തന്റെ ബുദ്ധികൾ കൊണ്ട് റസൂലിന്റെ ഹദീസുകളെ സമീപിക്കുകയും അങ്ങനെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രം അവയെ നിഷേധിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ നാട്ടിലും ധാരാളമായി കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളിൽ നിന്നും പിഴച്ച ചിന്താധാരകളിൽ നിന്നും നാം പൂർണ്ണമായും വേറിട്ട് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന, ആ സുന്നത്തിന്റെ സംരക്ഷണം ഒരുക്കുന്ന ആളുകളായി നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് രണ്ടുമാണ് ഒരു മുസ്ലിമിന്റെ പ്രമാണം, അവന്റെ തെളിവുകൾ എന്ന് നാം മനസ്സിലാക്കി. അതിനോട് എതിര് നിൽക്കുവാൻ ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിനെ തള്ളുവാൻ, അതിനെ തിരസ്കരിക്കുവാൻ നമുക്കാർക്കും നിർവാഹമില്ല. അതുകൊണ്ട് സുന്നത്തിനോട് എതിരാകാൻ പാടില്ല. ഒരിക്കലും നാം ഒരു സുന്നത്ത് ചെയ്യുന്നില്ലെങ്കിലും അതിനോട് എതിരാകാൻ പാടില്ല. അത്തരത്തിൽ എതിരാകുന്ന ആളുകൾക്കുള്ള താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ഫിത്നകൾ, അവർക്ക് വല്ല വിപത്തുകളും ആപത്തുകളും വന്നു ഭവിക്കും, ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ വന്നു ഭവിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനാൽ അവർ റസൂലിന്റെ കൽപ്പനകളോട് എതിരാകുന്നത് അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ, അതിൽ നിന്നും മാറി നിന്നുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണ്. ആ വ്യക്തി ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയാണ്. റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, കുൽ ബിയമീനിക്, നീ വലത് കൈകൊണ്ട് ഭക്ഷിക്കുക. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതീഅ, അദ്ദേഹം അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, എനിക്കതിന് കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ വലത് കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല, മറിച്ച് ആ സുന്നത്തിനോട് എതിര് നിൽക്കുന്ന ഒരു അഹങ്കാരത്തിന്റെ സംസാരം അദ്ദേഹം പറയുകയാണ്. റസൂലുള്ള പറഞ്ഞു, ലസ്തതഅത, നിനക്ക് കഴിയാതിരിക്കട്ടെ. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച റാവി പറയുകയാണ്, അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ വലത് കൈ തന്റെ വായയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ കൈ അതോടുകൂടി മരവിച്ചു പോവുകയാണ്. അതിന്റെ ചലനശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുകയാണ്. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്തിനോട് എതിരാകരുത്. റസൂലുള്ള പറഞ്ഞോ, എങ്കിൽ നാം അതനുസരിക്കുക. സമിഅനാ വ അതഅനാ, റസൂലെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് മുഅ്മിനീങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ റസൂലിന്റെ ഒരു കൽപ്പനയോട് അവർ എതിര് പ്രവർത്തിച്ചത് കാരണമാണ് ഉഹദിൽ ധാരാളം സഹാബികൾ അവർ ഷഹീദാകേണ്ടി വന്നിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ പ്രയാസമുണ്ടായാലും ആ മലയുടെ പുറത്ത് നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അവിടെ കുറച്ചാളുകൾ നിശ്ചയിക്കുകയാണ്. പക്ഷേ ആ സഹാബികൾ അവർ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി അവർ റസൂലിന്റെ കൽപ്പന വരുന്നതിന് മുൻപ് ഉഹദ് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് മലയുടെ അപ്പുറത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കടന്നു വരികയും മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലിന്റെ ഒരു കൽപ്പന അത് പാലിക്കാതിരുന്നപ്പോൾ അവർക്ക് ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എത്രയാണ്. എന്നാൽ റസൂലിന്റെ എത്രയോ കൽപ്പനകൾ നാം കാറ്റിൽ പറത്തുന്നുണ്ട്. റസൂൽ പറഞ്ഞ എത്രയോ അവിടുത്തെ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷകൾ, അള്ളാഹുവിന്റെ എത്രയോ വിപത്തുകൾ നമുക്ക് ബാധിക്കുന്നതാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂലിനെ അനുസരിക്കുക. റസൂലിനെ അനുസരിക്കുന്നവൻ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ റസൂലിനെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവെ അനുസരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെക്കാളും, ഏതൊരു വ്യക്തിയെക്കാളും, എല്ലാവരുടെ വാക്കിനേക്കാളും നാം മുന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയാണ്. ഒരു സംഭവം നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നത് ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതി അത് തമത്തുആയ രൂപമാണ് എന്നായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അഭിപ്രായപ്പെട്ടിരുന്നത്. ഈ സന്ദർഭത്തിൽ ചില ആളുകൾ അവർ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ആ വന്ന ആളുകൾ അവർ പറഞ്ഞു, ഖാല അബൂബക്കർ വ ഉമർ, അബൂബക്കറും ഉമറും അവരൊക്കെ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ചോദിക്കുകയാണ്, യൂശികു അൻ തൻസില അലൈക്കും ഹിജാറതൻ മിനസ് സമാ, ആകാശത്ത് നിന്നും കടൽ വർഷം നിങ്ങളുടെ മേൽ വന്നു ഭവിക്കാറായിരിക്കുന്നു. അഖൂലു ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു പറയുന്നത് അബൂബക്കറും ഉമറും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണോ? നോക്കൂ, അബൂബക്കറും ഉമറും ആരാൻ? ഈ ദീനിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം അറിവുള്ള വലിയ വലിയ പണ്ഡിതന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അവർ അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്. ആ അബൂബക്കറിന്റെയും ഉമറിന്റെയും വാക്കിന് റസൂലിന്റെ വാക്കിനേക്കാൾ ശ്രേഷ്ഠതയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ നാം അവിടെ നിൽക്കുക, പിന്നീട് മറ്റൊരാളുടെ വാക്കിലേക്ക് നാം തിരിയാൻ പാടില്ല.
ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ, 4 മദ്ഹബിന്റെ ഇമാമുമാർ അവർ ഈ കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു വിഷയത്തിൽ ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ അഭിപ്രായം, അതാണ് എൻ്റെ വീക്ഷണം. അതല്ലാതെ ഇമാം ഷാഫിഈ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നിങ്ങൾ കടിച്ചു തൂങ്ങരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുകൾ സംഭവിക്കാം, അതുപോലെ എന്നിൽ ശരിയും സംഭവിക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൻദുറൂ ഫീ റഅയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾ സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിക്കുക. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്നഹ്, കിതാബിനോടും സുന്നത്തിനോടും യോജിക്കുന്നതാണെങ്കിൽ ഫഖുദൂഹു, നിങ്ങൾ അത് സ്വീകരിച്ചു കൊള്ളുക. വകുല്ലു മാ ലം യുവാഫിഖിൽ കിതാബ വസ്സുന്നഹ്, കിതാബിനോടും സുന്നത്തിനോടും യോജിക്കാത്തതാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ ഫത്റുകൂ, നിങ്ങളത് ഒഴിവാക്കിക്കൊള്ളുക എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറയുന്നു, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലികൻ വലാ ശാഫിഈയ വലാ ഔസാഇ വലാ സൗരി, നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കരുത്. മാലിക്കിനെയോ ഇമാം ഷാഫിഈയെയോ ഇമാം ഔസാഇയെയോ ഇമാം സൗരിയെയോ ഒരാളെയും നിങ്ങൾ അന്ധമായി അനുകരിക്കാൻ പാടില്ല. വഖുദ് മിൻ ഹൈസു അഖദു, അവരെവിടെ നിന്നാണോ ദീൻ സ്വീകരിച്ചത് അവിടെ നിന്ന് നിങ്ങളും ദീൻ സ്വീകരിച്ചു കൊള്ളുക എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അവിടുന്ന് ഉപദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, ഒരു സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ, സംഘടനകളുടെ അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകൾ അവരുടെ അഭിപ്രായങ്ങളിലേക്ക് നാം തിരിയേണ്ടതില്ല. മറിച്ച് റസൂൽ എന്ത് പറഞ്ഞുവോ അവിടെ നാം നിലകൊള്ളുക. പിന്നീട് മദ്ഹബുകളെന്നോ രാഷ്ട്രങ്ങളെന്നോ അതുപോലെ സംഘടനകളെന്നോ പറഞ്ഞ് മാറി നിൽക്കുവാൻ നമുക്ക് വകുപ്പില്ല, നിർവാഹമില്ല എന്ന് മനസ്സിലാക്കുക. റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ആ സുന്നത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുക. റസൂലിന്റെ ഓരോ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.